ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോ. ഇപ്പോൾ ഇന്നത്തെ PSC കമ്മീഷൻ യോഗ തീരുമാനത്തിൽ കുറച്ചധികം പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിൽ ഇലക്ട്രിക്കലിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിൽ അവിടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി അവിടെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് ഇലക്ട്രിക്കൽ ഹെൽപ്പർ, പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇലക്ട്രീഷ്യൻ ഓൾറെഡി വന്നതായിരുന്നില്ലേ, അപ്പൊ അവിടെ റാങ്ക് ലിസ്റ്റ് നിലവിലില്ല, എന്തുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായത്? അതിന്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതില് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ NCR റിക്രൂട്ട്മെന്റിലൂടെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ഇലക്ട്രീഷ്യൻ മുസ്ലിം കാറ്റഗറിയിൽ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇലക്ട്രിക്കലിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഇതെന്ത് നവംബർ 28-ാം തീയതിയിലെ ഗസറ്റിൽ എന്ത് പബ്ലിഷ് ആവുന്നുണ്ടാവും. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഇലക്ട്രീഷ്യൻ 2021 നോട്ടിഫിക്കേഷൻ വന്നതാണ്. 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2023 സെപ്റ്റംബർ മാസം റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നതാണ്. 2023 സെപ്റ്റംബർ മാസം. അതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 24, 25, 26 സെപ്റ്റംബർ വരെ ഞാൻ ഒരു റാങ്ക് ലിസ്റ്റിന് അവിടെ വാലിഡിറ്റി ഉണ്ട്. ഇപ്പൊ 2 വർഷം ജസ്റ്റ് ഒന്ന് ആയതേ ഉള്ളൂ അല്ലെ. 2 വർഷം കഴിഞ്ഞ് 2 മാസമായിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസമാണ് ഇപ്പൊ. അപ്പൊ അതില് എന്തുകൊണ്ടാണ് ഈ ഒരു പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇതിന്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2023 സെപ്റ്റംബർ മാസമാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നേക്കുന്നത്. അവിടെ ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ആകെ 29 ആൾക്കാരാണ് അവരുടെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 29 ആൾക്കാരാണ് അവരുടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പക്ഷെ ഈ 29 ആൾക്കാരിൽ 25 ആൾക്കാർക്ക് എന്ത് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 25 ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഈഴവ കാറ്റഗറിയിൽ 26 വരെ ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി 27, 28, 29. അപ്പൊ അത് ഇനിയിപ്പോ പോകുന്നുണ്ടാവാം. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ എക്സോസ്റ്റ് ആയി പോവാനാണ് സാധ്യത. ഓക്കെ, അതായത് 3 പേർ കൂടി അഡ്വൈസ് പോയി കഴിഞ്ഞാൽ എക്സോസ്റ്റ് ആവും. അതായത് എന്താ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് അവിടെ എക്സോസ്റ്റ് ആവും. അതായത് മതിയായ ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റ് ആയി പോകുന്നു. അല്ലാതെ വാലിഡിറ്റി കഴിഞ്ഞിട്ടല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താം. അപ്പൊ 27, 28, 29 റാങ്കിലുള്ളവർക്കും കൂടി അഡ്വൈസ് പോയി കഴിഞ്ഞാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ എന്താ എക്സോസ്റ്റ് ആയി പോകും. ഇതിൽ നിങ്ങൾ വിചാരിക്കുന്നത് അത് NJD കൂടുതലായതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ NJD പോയേക്കുന്നത് ആകെ എത്ര, ഒറ്റൊരു NJD മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്താ അവിടെ കോമൺ ആയിട്ട് റേസ് ചെയ്ത വേക്കൻസീസ് തന്നെയാണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, ജോലി കിട്ടി വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി കാണും. ട്രാൻസ്ഫർ എന്നല്ല, വേറെ ഒരു നല്ലൊരു ജോബ് കിട്ടിയിട്ട് പോയിട്ടുണ്ടാവാം. മേ ബി അങ്ങനെയും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ എത്ര, 30 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. ഓക്കെ, 30 വേക്കൻസീസ് കൃത്യമായിട്ട് ഇവിടെ ഇതിന്റെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, കുഫോസ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ശ്രീ ശങ്കരാചാര്യ എല്ലാം അവിടെ കൃത്യമായിട്ട് കാലിക്കറ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് വേക്കൻസി പറഞ്ഞത്. 11 വേക്കൻസിയാണ് ബൾക്കായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ എക്സോസ്റ്റ് ആയി പോകും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലാകെ 29 ആൾക്കാരാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു 50 പേരൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴെന്തോ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കേണ്ട സിറ്റുവേഷൻ വരില്ലായിരുന്നു. കാരണം വെച്ചാൽ എന്താ ഈ ഒരു ഞാൻ എന്താ പറയണ്ടേ, റാങ്ക് ലിസ്റ്റിൽ തന്നെ കൂടുതൽ ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു അല്ലെ. ഇനിയിപ്പോ ഇതേപോലെ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് റാങ്ക് ലിസ്റ്റിൽ ആൾക്കാരെ വെട്ടിച്ചുരുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതിയായ ആൾക്കാരില്ലാതെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും അല്ലെങ്കിൽ എക്സോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചിട്ട് കുറെ പേരുണ്ടായിരുന്നു, അവരെയാണ് ഇത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന്റെ കേസിൽ അതിലാകെ 15 ആൾക്കാരോ മറ്റാണ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ 15 ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തെന്ന് പറയുമ്പോൾ അതിലും എനിക്ക് തോന്നുന്നു അവിടെ ഓൾറെഡി ഇപ്പം 7 വേക്കൻസിയോ മറ്റോ അവിടെ ഉണ്ട്. ഓക്കെ, അതിനുള്ള ആൾക്കാർ വേണമെങ്കിൽ ഭാവിയിൽ AE ഒക്കെ ആയിട്ട് പോകാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ വേക്കൻസീസ് ഉണ്ടാവും. അപ്പൊ ഈ 15 ആൾക്കാരെന്ന് പറയുമ്പോൾ മേ ബി അതിൽ കൂടുതൽ വേക്കൻസി, 3 വർഷമുള്ള വാലിഡിറ്റി ആണല്ലോ. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ കൂടുതലായിട്ട് ഇട്ടേ മതിയാവും. പക്ഷെ ഇപ്പം PSCയുടെ ട്രെൻഡ് നിങ്ങൾക്ക് അറിയുന്ന പോലെ എന്താ, റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ആൾക്കാരെ വെട്ടിച്ചുരുക്കുന്നു എന്നുള്ളതാണ് ഉള്ള സിറ്റുവേഷൻ. അപ്പൊ ഇതില് 29
ആൾക്കാരാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 25-26 ആൾക്കാർക്ക് എന്ത് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റോടെ എക്സ്പോസ് ആയി പോവാം. അതുകൊണ്ടാണ് പുതിയതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി അവരോട് തീരുമാനമായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ ഇപ്പം പോലീസ് കോൺസ്റ്റബിൾ, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, പോലീസ് കോൺസ്റ്റബിൾ, ഇലക്ട്രീഷ്യൻ, മോട്ടോറിങ്, അതിലും ഇതേപോലെ എന്താ നല്ല രീതിയിൽ അഡ്വൈസ് പോകുന്നതാണ്. അവിടെയും റാങ്ക് ലിസ്റ്റ് ആൾക്കാർ കുറവാണ്. അതൊക്കെ കോമൺ എക്സാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇതുകൊണ്ടാണ് അവരോട് പുതിയതായിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.